ഗൾഫിലെ മലയാളികൾ മിസ് ചെയ്യുന്നൊരു വാഹനമാണ് ഓട്ടോറിക്ഷ. ഇതൊരു അപൂർവ ഫ്രെയിമാണ്. കാരണം ദുബായ് ഫ്രെയിമിൻ്റെ ഫ്രെയിമിൽ ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുന്നു. അതിൻ്റെ മുതലാളി ഒരു മലയാളിയാണ് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. എന്തുണ്ട് വിശേഷം? ഓട്ടോ മുതലാളിയാണ്. ഇത് ജുലാഷ് തൃശ്ശൂർ സ്വദേശിയാണ്. അങ്ങനെ രജിസ്ട്രേഷനുള്ള ഓട്ടോ സ്വന്തമാക്കിയ ആദ്യ മലയാളിയാണോ? ആദ്യ മലയാളിയാണ്. കൺഫേം കാര്യത്തില്ല. ഈ അറബികൾക്കൊന്നും ഓട്ടോറിക്ഷ സ്വന്തമായിട്ടില്ല. അല്ല, അറബ്സിനുണ്ട്. അവര് മസ്ദറില്ല, അതായത് ഫാം ഹൗസ് ഇല്ലേ, അതിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. പക്ഷെ റോട്ടിൽ ഇറക്കിയിട്ടില്ല. പിന്നെ ഞാൻ അറിയുന്ന ഒരു അറബിണ്ട്, പുള്ളിക്കാരന് നാട്ടിൽ നിന്ന് TVS ഇല്ലേ, TVS കൊണ്ടുവന്നിട്ട് ഇത് ക്ലാസിനോലാക്കിയായിരുന്നു ആള്. ക്ലാസിനോ ഇറ്റാലിയൻ വണ്ടി. ഇത് ഫസ്റ്റ് രജിസ്ട്രേഷൻ ആണ് UAE ൽ. ഓക്കെ, എന്തായാലും നമുക്കൊരു റൈഡ് പോവാം. ജുലാഷ്, ഇത് ദുബൈയില് റോഡിൽ ഇറക്കണതിന് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഓൾറെഡി, കാരണം ഇത് പബ്ലിക്കിൽ കാണും. ഇതെനിക്കറിയാം, വളരെ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പേരിൽ ഞാൻ എല്ലാതും പ്രോപ്പർ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഷെയ്ഖ് സായിദ് റോഡിലൊക്കെ പോകുമ്പോ ഭയങ്കര, അവിടെ മിനിമം സ്പീഡ് തന്നെ 80 ആണല്ലോ. അതെ, അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ? കാരണം ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് 90 ആണ്. 90 ആണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ പോകുന്നത് ഇപ്പൊ ഇതില് വലിയ റോഡൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് പോവാറുണ്ട്. ഷെയ്ഖ് റോഡിൽ കൂടെ പോയിട്ടില്ല. ഈ അധികൃതർ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടോ ഇത് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ക്ലാസിക് കാറിന് ബാധകമായ എല്ലാ നിയമങ്ങളും ഇതിന് ബാധകമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഓട്ടോ മുതലാളി ആവാനുള്ള ഉദ്ദേശം എന്തായിരുന്നു? എനിക്ക് ക്ലാസിക് കാറിനോട് ഇഷ്ടമാണ്. എന്റെ അടുത്ത് മുമ്പും ക്ലാസിക് കാർ ഉണ്ടായിരുന്നു. പിന്നെ ഇതും കൊണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള സ്ഥലമാണ് ദുബായ് കരാമ. അവിടെ വൈകുന്നേരം ഈവനിങ് 5 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി പോകും. അപ്പൊ ആൾക്കാരൊക്കെ ഭയങ്കര എക്സൈറ്റ് ഇരിക്കും, ഭയങ്കര ഫോട്ടോ എടുക്കല്. അതേ സ്ഥാനത്ത് നമ്മളൊരു ഫെറാറിയോ ലംബോർഗിനി പോയാൽ അത്രയ്ക്കും ആൾക്കാരുടെ ഇത് കിട്ടില്ല. ഇതൊരു ആൾക്കാർക്ക് ഒരു ഫണ്ണാണ്, ഓട്ടോറിക്ഷ ദുബായില്ല. പിന്നെ ഇന്നലെ ഞാൻ വൈകുന്നേരം ഈവനിങ്ങിൽ പോയപ്പോ കുറെ ആൾക്കാർ കയറാൻ വേണ്ടി ട്രൈ ചെയ്ത് ഒന്ന് ഓടി പൊക്കോട്ടെ, അവർക്കൊരു ഇഷ്ടം ഇത് കാണുമ്പോൾ. ഇത് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെ കടമ്പകൾ ഉണ്ടായിരുന്നു? അത് ഒത്തിരി ഉണ്ട് സംഭവം. അത് പറഞ്ഞാല് VCC പേപ്പർ വേണം, പ്രോപ്പറായിട്ട് VCC ഉണ്ടാവണം. VCC എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വണ്ടി പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഇവിടുന്ന് കസ്റ്റം കിട്ടുന്ന ഒരു പേപ്പറാണ് VCC, ഒരു സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായാല് നമുക്ക് ഇവിടെ ഷാർജയിൽ കൊണ്ടുപോയിട്ട് ഇതിന് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് വേണ്ടെന്നറിയോ? 4-wheel ലൈസൻസ് അല്ല വേണ്ടത്, ബൈക്ക് ലൈസൻസ് വേണം. കാര്യം ഇത് 3 ചക്രമുള്ള വണ്ടിയാണ്. ഇത് 3 വീലുള്ള വണ്ടിക്ക് ഓടിക്കാനാണ് UAE ൽ ലോ അനുസരിച്ചിട്ട് 2-wheel ലൈസൻസ് വേണം. 1 year ആണ് ഷാർജ. എനിക്ക് ഒരു ക്ലബ്ബ് ഒരു മെമ്പർഷിപ്പ് എടുക്കണതിന് 1 year ആണ് എനിക്ക് ഒരു കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മെമ്പർഷിപ്പ് കാർഡാണിത്. പിന്നെ ഇതിന്റെ ഷാർജ ഓൾഡ് കാർഡ്സ് ക്ലബ്ബ് അല്ലേ? അവിടത്തെ ഇതിന് മെമ്പർഷിപ്പ് എടുക്കണം. അവിടുന്ന് ആ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണോ ക്ലാസിക് കാർഡ് പറ്റുള്ളൂ. മെമ്പർഷിപ്പ് ഇതിന്റെ മുൽക്കി ഒന്ന് കാണിക്കാൻ പറ്റുമോ? കാണിക്കാലോ. ഇതാണ് ഇതിന്റെ രജിസ്ട്രേഷൻ കാർഡ്. നമ്മളെ സാധാരണ ദുബൈയിൽ ഇതിനെ മുൽക്കിയ എന്നാണ് പറയുക. ഷാർജ രജിസ്ട്രേഷൻ ആണ്. ഷാർജ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ ഓക്കെ. ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പൊ എത്ര ചെലവ് വന്നിട്ടുണ്ടോ? അത് ഭയങ്കര ചെലവായി. ഏകദേശം 44,000 ദിർഹംസ് എനിക്ക് എല്ലാ രജിസ്ട്രേഷൻ, VCC, ഇമ്പോർട്ടിങ് എല്ലാം ആയിട്ടുണ്ട്. 44,000 ദിർഹംസ്. ഇപ്പൊ UAE ൽ ചൂടുകാലത്ത് ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ അതെ. വിന്ററിൽ എങ്ങനെയാ ഇത്? വിന്ററിൽ നമുക്ക് ഇത് ഫുൾ എടുത്ത് മാറ്റാം. ക്ലോത്ത് ഫുള്ള് എടുത്ത് മാറ്റിയിട്ട് ഇതൊക്കെ ഫോൾഡ് ചെയ്യാണ്ടില്ലേ, ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതും കാറ്റ് കൊണ്ട് യാത്ര ചെയ്യാം. ഇപ്പൊ എങ്ങനെ കാണാൻ വേറെ ലുക്കില്ലേ? ഇത് ഇത് കഴിച്ച് മാറ്റിയിട്ട് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. പാട്ടൊക്കെ ഉണ്ടോ? ഇതൊരു വിന്റേജ് മോഡലിന് സ്പീക്കറിനാണ്, മാർഷലിന്റെ.
കേരളത്തിൽ നിന്നുള്ള ഓട്ടോറിക്ഷകൾ ഇതേപോലെ നമുക്ക് ഇനി ഇതിവിടെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? പിന്നെ അഫ്കോഴ്സ്, കാരണം ഈ നാട്ടിൽ പണ്ടത്തെ ലാംബെട്ര സ്കൂട്ടർ, ജീപ്പ്, താറ് ഒക്കെ പിള്ളേർ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് ഒരു 6 മാസം വരെ ഉപയോഗിക്കാം. ദുബായിൽ നമുക്ക് പ്രൈവറ്റ് വാഹനമായിരിക്കണം. അതിനെ പറഞ്ഞ കാർനെറ്റ് വഴി ഇവിടെ കൊണ്ടുവന്നിട്ട് മാക്സിമം 6 മാസം വരെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ദുബായിലെ വാഹനങ്ങളും നാട്ടിലേക്ക് മലയാളികൾ കൊണ്ടുപോകാറുണ്ട്. അതും 6 മാസം അവിടെ ഉപയോഗിക്കാം. ഒരു നിശ്ചിത എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. അതുവഴി എന്നെ പറഞ്ഞാണ് കാർനെറ്റ് വഴി. അത് കൊണ്ടുപോയിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണം. പക്ഷേ ടാക്സി ഓടുന്നത് പറ്റൂല അല്ലേ? ടാക്സി ഓടാൻ പറ്റില്ല, പ്രൈവറ്റ് വാഹനമായിരിക്കണം. ഓക്കെ. എന്തായാലും മലയാളികളുടെ നൊസ്റ്റാൾജികൾ പലതും ഇവിടേക്ക് കടൽ കടന്ന് എത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ ഓട്ടോറിക്ഷയും എത്തിയിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. താങ്ക് യു. യാസർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.